ഓ ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ 36ാമത്തെ പഠന ക്ലാസ്സാണ്. ഇന്ന് 409ാമത്തെ നാമം മുതൽ 423ാമത്തെ നാമം വരെ നമുക്ക് പഠിക്കാം. നാമം 409 ശിവപ്രിയ. ഓം ശിവപ്രിയായൈ നമഃ. ശിവ അധികം പ്രിയ, ശിവന് പ്രിയപ്പെട്ടവൾ, ശിവൻ്റെ പത്നി എന്നിങ്ങനെയാണ് നാമത്തിൻ്റെ അർത്ഥം. ശിവൻ പ്രിയനായിട്ടുള്ളവൾ എന്ന് വിഗ്രഹം. ശിവം എന്നാൽ മംഗളം, മംഗളകരമായതെല്ലാം ഇഷ്ടപ്പെടുന്നവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ശിവനിൽ അത്യന്തം പ്രീതിയുള്ളവളാണ് ദേവി. നാമം 410 ശിവപരാ. ഓം ശിവപരായൈ നമഃ. ശിവ അധികം പരാ, ശിവനിൽ നിന്നും പരയായിട്ടുള്ളവൾ, അതായത് ശിവനേക്കാൾ ഉത്കൃഷ്ടയായിട്ടുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശിവൻ ശക്തിക്ക് അധീനനാണ്, ശിവനാലും ആരാധിക്കപ്പെടുന്നവൾ എന്നും നാമത്തിന് അർത്ഥമുണ്ട്. ശിവനിൽ തൽപരയായവൾ, ശിവതത്വത്തിൻ്റെ പരമഭാവം ആയവൾ എന്നെല്ലാം വ്യാഖ്യാനമുണ്ട്. ശിവൻ്റെ സ്ഥാനം ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നാം സൗന്ദര്യലഹരിയിലെ 1ാം ശ്ലോകത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. ശിവൻ ശക്തിയുക്തനായി ഭവിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് പ്രാപ്തനായി ഭവിക്കുന്നുള്ളൂ. അങ്ങനെ ഭവിക്കാതെ വന്നാൽ ദേവനായ ശിവൻ ഇളകുവാൻ പോലും കഴിവില്ലാത്തവനായി ഭവിക്കുന്നു. ശിവപത്നിയും ശിവൻ്റെ അർത്ഥാംഗിയുമായ ദേവിക്ക് ശിവനിൽ ഒഴികെ മറ്റാരിലും താൽപ്പര്യമില്ലെന്നും ഈ നാമം സൂചിപ്പിക്കുന്നു. വാമകേശ്വര തന്ത്രത്തിലെ പരോപി ശക്തിരഹിത ശക്തിയായുക്തോ ഭവേദ്യതി സൃഷ്ടിസ്ഥിതിലയാൻ കർത്തുമശക്ത ശക്ത ഏവഹി എന്ന മന്ത്രത്തിൻ്റെ അർത്ഥവും ഈ ആശയം തന്നെ സൂചിപ്പിക്കുന്നു. ദേവിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ശിവന് ശക്തിയുള്ളൂ എന്നും സൃഷ്ടിസ്ഥിതി സംഹാരാദി കൃത്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ദേവിയാണ് നൽകുന്നതെന്നും ആണ് ഈ വരികളുടെ അർത്ഥം. നാമം 411 ശിഷ്ടേഷ്ട. ഓം ശിഷ്ടേഷ്ടായൈ നമഃ. ഓം ശിഷ്ടേഷ്ടായേ നമഃ. ശിഷ്ട അധികം ഇഷ്ട. ശിഷ്ടർ എന്നാൽ ധർമാചരണം, ഈശ്വരചിന്ത, ധ്യാനം, മനനം, പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയ സത്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അവർ സംസ്കാര സമ്പന്നരായിരിക്കും. ദുഷ്ടരല്ല എന്നും വ്യാഖ്യാനം. ഇഷ്ട എന്നാൽ പൂജിത. അങ്ങനെയുള്ള ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശിഷ്ടർക്ക് ഇഷ്ടയായവളെന്നും ശിഷ്ടരാൽ പൂജിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്ത് ശാസ്ത്രാനുസാരം പ്രവർത്തിക്കുന്നവരാണ് ശിഷ്ടന്മാർ. അത്തരം സംയമികൾക്ക് ദേവി പ്രിയപ്പെട്ടവളാണ്. ജ്ഞാനികളുടെ അഥവാ ശിഷ്ടന്മാരുടെ ഇഷ്ടദേവത എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. ഭക്തന്മാരാൽ പൂജിതയായും അവരുടെ പൂജയിൽ പ്രീതയായും ഇരിക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലെ 310ാമത്തെ നാമം ശിഷ്ടേഷ്ട എന്നാണ്. ധർമ്മനിഷ്ഠയും ജ്ഞാനവും ഉള്ള ഭക്തന്മാർ ഭഗവാനെയും ഭഗവാൻ നല്ല ആളുകളായ ജ്ഞാനികളായ ഈ ധർമ്മിഷ്ഠന്മാരെയും ഇഷ്ടപ്പെടുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ ജ്ഞാനവിജ്ഞാന യോഗമെന്ന 7ാം അധ്യായത്തിൽ
17-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നു: തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഃ. ഇതിൻ്റെ അർത്ഥം, എൻ്റെ തത്വം അറിഞ്ഞിരിക്കുന്നവരിൽ നിത്യമായ ഒരിക്കലും തെറ്റാത്ത യോഗമുള്ളവനും ഏകമായ പരത്തിൽ ഭക്തിയുള്ളവനും ഏകാന്ത ഭക്തനുമായ ജ്ഞാനി വിശിഷ്ടനാകുന്നു. നിശ്ചയമായും ഞാൻ ജ്ഞാനിക്ക് ഏറ്റവും പ്രിയനായും ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയനായും ഭവിക്കുന്നു. അതാണ് ശിഷ്ടേഷ്ട എന്ന നാമത്തിൻ്റെ അർത്ഥം. ദേവിയും അപ്രകാരം ഭക്തനെ കരുതുന്നു. നാമം 412 ശിഷ്ടപൂജിത. ഓം ശിഷ്ടപൂജിതായൈ നമഃ. ശിഷ്ട അധികം പൂജിത, ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശിഷ്ടേഷ്ട എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശാസ്ത്രപരമായ രീതിയിലുള്ള ധ്യാനം, മനനം, പൂജാതി കർമ്മങ്ങൾ എന്നിവ ചെയ്യുന്ന ഭക്തന്മാരാണ് ശിഷ്ടർ എന്ന് നാം കണ്ടു. അപ്രകാരമുള്ള ശിഷ്ടന്മാരാൽ വിധിപ്രകാരം പൂജിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശിഷ്ടന്മാർക്കു മാത്രമേ ദേവിയെ പൂജിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നുള്ളൂ. നമ്മൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള ശ്രീ ശങ്കരാചാര്യരുടെ ദേവീസ്തുതി സൗന്ദര്യലഹരിയിലെ 1-ാമത്തെ ശ്ലോകം 3, 4 എന്നീ വരികൾ ഇപ്രകാരമാണ്: അധസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതിപിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. ഇതിൻ്റെ അർത്ഥം ഇതാണ്: വിഷ്ണു, രുദ്രൻ, ബ്രഹ്മാവ് തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ ദേവന്മാർ പോലും പൂജിക്കുന്ന ഭഗവതിയെ നമസ്കരിക്കാനും സ്തുതിക്കുന്നതിനും പുണ്യം ചെയ്തിട്ടുള്ളവർക്കു മാത്രമേ അതിനായുള്ള ബോധം ജനിക്കുകയുള്ളൂ. ലളിതാംബികയെ പൂജിക്കാൻ കഴിയണമെങ്കിൽ ശിഷ്ടനായിരിക്കണം. മറ്റൊരർത്ഥത്തിൽ ശിഷ്ടന്മാർക്കു മാത്രമേ അതിനുള്ള അവസരം ലഭിക്കുന്നുള്ളൂ. ദേവീ മാഹാത്മ്യം 4-ാം അധ്യായം 14-ാമത്തെ ശ്ലോകം: തേ സമ്മത ജനപദേഷു ധനാനി തേഷാം യശാംസി നചത്സീദതി ധർമ്മവർഗഃ ധന്യാസ്തയേവ നിഭൃതാത്മജ ഭൃത്യധാരാഃ യേഷാം സദാഭ്യുദയദാ ഭവതി പ്രസന്ന. ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിന്തിരുവടി ആരുടെ മേലാണോ പ്രസന്നയായിത്തീരുന്നത് അവർക്ക് അവിടുന്ന് എല്ലായ്പ്പോഴും അഭ്യുദയത്തെ കൊടുക്കുന്നു. ജനപഥങ്ങളിൽ സമ്മതരായിത്തീരുന്നത് ശിഷ്ടന്മാരാണ്. ധനവും യശസ്സും അവർക്കുള്ളതാണ്. അവരുടെ ധർമ്മവർഗങ്ങൾ ക്ഷയിക്കുന്നില്ല. ഇവർ ദേവിയുടെ പ്രസാദത്തിന് പാത്രമായവർ മാത്രമാണ്. ഇനി നാമം 413 അപ്രമേയ. ഓം അപ്രമേയായൈ നമഃ. ആ അധികം പ്രമേയ എന്നും അധികം പ്രമേയ എന്നും പദം പിരിച്ചു കാണുന്നു. അപ്രമേയ എന്നാൽ ഒരു തരത്തിലും അളക്കാനോ പ്രമാണങ്ങളാൽ സമർത്ഥിക്കാനോ കഴിയാത്തവൾ. ആ എന്ന പദത്താൽ മാത്രം അറിയപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ആ എന്നാൽ ബ്രഹ്മാവ്, വിഷ്ണു എന്നിവർ. അപ്പോൾ ത്രിമൂർത്തികളാൽ മാത്രം നന്നായി അറിയപ്പെടുന്നവളെന്നും നാമത്തിന് അർത്ഥം. അപ്പ് എന്നാൽ ജലം, പ്രമേയ എന്നാൽ വസിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ജലത്തിൽ വസിക്കുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു. വേദങ്ങൾ തുടങ്ങി പല പ്രമാണങ്ങളുണ്ടെങ്കിലും അവയ്ക്കൊന്നും ദേവിയുടെ മാഹാത്മ്യത്തെ പൂർണ്ണമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുക്തിക്കും ഭാവനയ്ക്കും വാക്കിനും അതീതമാണ് ദേവിയുടെ മഹിമ. വിഷ്ണു സഹസ്രനാമം
46-ാം നാമം അപ്രമേയ എന്നാണ്. മാനം ചെയ്യുക എന്നാൽ അളക്കൽ, അളക്കപ്പെടാവുന്നതാണ് മേയം. നല്ലവണ്ണം കൃത്യമായി അളക്കാവുന്നത് പ്രമേയം. അതിനോട് നിഷേധ പ്രത്യയം ചേർത്താൽ അപ്രമേയം. അതിൻ്റെ പുല്ലിംഗ രൂപമാണ് അപ്രമേയ. ഗുണാതീതയായ ദേവിയെ ഗുണങ്ങളുടെ തോതുകൊണ്ട് അളക്കാനാവില്ല. അതുപോലെ കാലാതീത ആകയാൽ കാലത്തിൻ്റെ തോതുകൊണ്ടും അളക്കാനാവില്ല. സഹസ്രനാമത്തിൽ തന്നെ ദേവിയെ ആബാലഗോപവിദിത എന്ന് നിർദ്ദേശിക്കുന്ന ഒരു നാമമുണ്ട്. ബാലന്മാർക്കും ഇടയന്മാർക്കും വരെ ദേവിയെ അറിയാം. ദേവിയെ അറിയുക എന്നത് ഒരു അനുഭൂതിയാണ്. അതൊന്ന് ചൂണ്ടിപ്പറയണമെങ്കിൽ എന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്തേണ്ടി വരും. ആ താരതമ്യ പഠനം അസാധ്യമായതിനാൽ, നിരുപമ ആയതിനാൽ അപ്രമേയ എന്ന് പറയാനേ പറ്റൂ. ദേവിയെക്കുറിച്ച് സർവവ്യാപി, സർവശക്ത, പരമാത്മാവ് എന്നിങ്ങനെ ദേവിയുടെ അമേയത സൂചിപ്പിക്കാനേ നമുക്കാവൂ. അതിൻ്റെ തോത് അളക്കാനോ വ്യക്തമായി പറയാനോ സാധിക്കില്ല. അതിനാൽ അപ്രമേയ എന്ന നാമം. നാമം 414 സ്വപ്രകാശ. ഓം സ്വപ്രകാശായൈ നമഃ. സ്വ അധികം പ്രകാശ, സ്വയം പ്രകാശമായവൾ അഥവാ സ്വയം ജ്യോതിസായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ ജ്യോതിസ്വരൂപികളാണെങ്കിലും അവരുടെയെല്ലാം തേജസ് സ്വയം തേജോരൂപിണിയായ ദേവിയിൽ നിന്നും ലഭിച്ചതാണ്. ദേവിയുടെ തേജസ് മറ്റൊന്നിൽ നിന്നും ലഭിച്ചതല്ല. ദേവി ചിത് സ്വരൂപിണിയാണ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയുടെ പ്രകാശത്താൽ വസ്തുക്കൾ പ്രകാശിക്കുന്നു. അവയ്ക്ക് പ്രകാശം നൽകുന്നത് പരബ്രഹ്മസ്വരൂപിണിയായ ദേവിയാണ്. സ്വയം പ്രകാശസ്വരൂപിണിയായ ദേവിക്ക് വേറെ പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ദേവിയുടെ പ്രകാശത്തിന് മറ്റ് ഉറവിടങ്ങളുമില്ല. ബൃഹദാരണ്യക ഉപനിഷത്തിൽ 4-ാം അധ്യായം 3-9 വാക്യങ്ങളിൽ ഈ ബ്രഹ്മം സ്വയം ജ്യോതി രൂപമാണെന്ന് പറയുന്നുണ്ട്. ഇക്കാരണങ്ങളാൽ ദേവിക്ക് സ്വപ്രകാശ എന്ന നാമമുണ്ടായി. നാമം 415 മനോവാചാമഗോചര. ഓം മനോവാചാമഗോചരായൈ നമഃ. മനഃ അധികം വാചാം അധികം അഗോചര എന്ന് പദം പിരിക്കാം. മനസ്സിനും വാക്കിനും ഗോചരമല്ലാത്തവൾ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അറിയാൻ ആകാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. തൈത്തിരീയ ഉപനിഷത്തിൽ യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് പറയുന്നു. വാക്കിനും മനസ്സിനും അപ്രാപ്യമാണ് ദേവി. വിഷ്ണുപുരാണത്തിൽ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, യാതൊരു ശക്തിയാണോ വാക്കുകൾക്കും മനസ്സിനും അപ്രാപ്യമായത്, ആ പരമോന്നതയായ സർവശ്രേഷ്ഠയായ ഈശ്വരിയെ ഞാൻ നമിക്കുന്നു. ജ്ഞാനികൾക്കു മാത്രമേ ആ ദേവിയെ പ്രാപിക്കാനാവൂ. യാതീതഗോചര വാച മനസാം ച വിശേഷണ ജ്ഞാനിജ്ഞാനപരിച്ഛേദ്യ വന്ദേതാം ഈശ്വരീം പരാം. ഇതാണ് ആ ശ്ലോകം. ദേവി ആദിയും അന്തവുമില്ലാത്തവളും സർവവ്യാപിയും എല്ലാത്തിനും ഉറവിടവും ബഹുരൂപയും അതേസമയം രൂപരഹിതയുമാണ്. അതുകൊണ്ട് ചിന്തിച്ചോ പറയാനോ കഴിയാത്ത മഹിമയോടുകൂടിയ പരാശക്തിയാണ്. അതിനാൽ മനോവാചാം അഗോചര എന്ന നാമമുണ്ടായി. എന്നാൽ പരിശുദ്ധമായ മനസ്സുകൊണ്ട് തന്നെ ബ്രഹ്മം എന്ന ജ്ഞാനം നേടേണ്ടതാണെന്ന് കഠോപനിഷത്ത് പറയുന്നു. 4-ാം വല്ലി 11-ാം ശ്ലോകത്തിൽ മനസ്സൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന
എന്ന് പറയുന്നു. പരമജ്ഞാനം നേടിയ മഹത്തുക്കൾക്ക് മാത്രമേ ദേവിയെ അല്പമെങ്കിലും അറിയാൻ കഴിയൂ. ദേവി എല്ലാവരുടെയും ചിന്തകൾക്കും വാക്കുകൾക്കും അപ്രാപ്യയാണ്. സാധന ചെയ്ത് ദേവിയുടെ അനുഗ്രഹം നേടുമ്പോൾ പവിത്രവും സൂക്ഷ്മവുമായ ബുദ്ധിയാൽ ദേവിയെ ദർശിക്കാനാവുന്നു. ഇനി നാമം 416 ചിത് ശക്തി. ചിത് ശക്തി. ഓം ചിത് ശക്തിയൈ നമഃ. ചിത്ത് അധികം ശക്തി. ചിത്ത് എന്നാൽ ചൈതന്യം എന്നാണ് അർത്ഥം. എല്ലാ ജീവജാലങ്ങളിലും ചേതനാരൂപത്തിൽ വർത്തിക്കുന്ന ശക്തി. ചിത്തിന് ജ്ഞാനമെന്നും അർത്ഥമുണ്ട്. ചിത് ശക്തി എന്നാൽ ജ്ഞാനശക്തി എന്നാണ് അർത്ഥം. അജ്ഞാനത്തെ നീക്കുന്ന ശക്തി. അതുകൊണ്ട് ജ്ഞാനസ്വരൂപിണിയായ ദേവിക്ക് ചിത് ശക്തി എന്ന നാമം ലഭിച്ചു. വ്യത്യസ്തങ്ങളായ, അതായത് നാശമില്ലാത്തതും നാശമുള്ളതുമായ വിദ്യയെയും അവിദ്യയെയും ഭരിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ദേവി എന്ന് ശ്വേതാശ്വതരോപനിഷത്ത് പറയുന്നു. ദേവി ബോധസ്വരൂപയായി എല്ലാത്തിലും വിളങ്ങുന്നു. ജഡത്തെ സജീവമാക്കുന്ന ബോധം, അതായത് ചൈതന്യമാണ് ചിത്ത്. പ്രപഞ്ചത്തിൻ്റെ ബോധശക്തിയാണ് ദേവി. അതിൻ്റെ അംശമാണ് എല്ലാ ജീവികളിലും ബോധമായി വർത്തിക്കുന്നത്. സൗഭാഗ്യഭാസ്കരത്തിലും അവിദ്യാ നിവാരകത്വം രൂപം സാമർഥ്യം ചൈതന്യാപര പര്യായം വാ ചിത് ശക്തി എന്ന് പറയുന്നു. അജ്ഞാനമാകുന്ന അവിദ്യയെ നിവാരണം ചെയ്യുന്നതിന് സമർത്ഥമായി രൂപം പ്രാപിച്ചതും ചൈതന്യത്തിൻ്റെ മറ്റൊരു പേര് സ്വീകരിച്ചതുമാണ് ചിത് ശക്തി. അനന്തമായ ബ്രഹ്മത്തിൽ വിദ്യയും അവിദ്യയും പ്രകടമാക്കുന്നതിനുള്ള ചൈതന്യം ഉൾക്കൊള്ളുന്നു. ചിത് ശക്തി സർവഭൂതേഷു രൂപം തസ്യാസ്തദേവ ഹി എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ദേവി മാഹാത്മ്യത്തിൽ 5-ാം അധ്യായം 34-ാം ശ്ലോകം ഇതാണ്. ചിതിരൂപേണ യാ കൃഷ്ണം ഏതദ്വ്യാപ്യ സിതാ ജഗത് നമസ്തസ്യൈ 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 നമോ നമഃ. ചിതിരൂപത്തിൽ ദേവി ജഗത്താകെ വ്യാപിച്ചിരിക്കുന്നു. ചിതി എന്നതിന് പ്രജ്ഞാനം അഥവാ നിർവിഷയജ്ഞാനം, ഗ്രഹണം, ചിത്തം, ജീവഭാവം, പ്രകൃതി, പരമചൈതന്യം അഥവാ ചിത് ശക്തി എന്നിങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ബന്ധപ്പെട്ട പല അർത്ഥങ്ങളുമുണ്ട്. മൂലപ്രകൃതിയായും ഓരോ ജീവിയിലും ജീവചൈതന്യമായും ബോധമായും ജ്ഞാനമായും വർത്തിക്കുന്ന ചൈതന്യം ഈ ചിത് ശക്തി തന്നെയാണ്. അങ്ങനെ ദേവിയുടെ നാമങ്ങളിൽ ഒന്നായി. നാമം 417 ചേതനാരൂപ. ഓം ചേതനാരൂപായൈ നമഃ. ചേതന അധികം രൂപ. ചേതനാരൂപ എന്നാൽ ചൈതന്യരൂപമായവൾ. ചൈതന്യരൂപിണി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ചൈതന്യം അഥവാ പ്രാണശക്തി എന്നും വ്യാഖ്യാനമുണ്ട്. മുൻ നാമത്തിൽ പറഞ്ഞ ചിത് ശക്തിയാണ് ചൈതന്യമായി മാറുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ചൈതന്യം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. ചേതനയെ ജ്ഞാനമെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. സൗന്ദര്യലഹരിയിലെ 3-ാം ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ ദേവിയെ ജഡാനാം ചൈതന്യസ്തബക മകരന്ദ ശ്രുതിച്ചരി എന്ന് പറയുന്നുണ്ട്. ജഡവസ്തുക്കളിൽ, അതായത് ബുദ്ധിഹീനർക്ക് ചൈതന്യസ്തബകം, അതായത് ബുദ്ധിവികാസമാകുന്ന കൽപ്പവൃക്ഷ പൂങ്കുലയിൽ പൂന്തേനിൻ്റെ പ്രവാഹമായി ദേവി ഭവിക്കുന്നു. അതായത് നിർജീവമായ എല്ലാത്തിനെയും ദേവി ചൈതന്യമുള്ളതാക്കി മാറ്റുന്നു. ദേവി ഭാഗവതം പ്രഥമസ്കന്ധം പ്രഥമോധ്യായ മഹാപുരാണത്വ നിർണയത്തിൽ
ഒന്നാം ശ്ലോകം ഇതാണ്: ഓം സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ഗായത്രിയുടെ രൂപത്തിൽ ദേവിയെ സർവചൈതന്യ രൂപയായി സ്തുതിക്കുന്നു. ഇനി ദേവി മാഹാത്മ്യത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം നോക്കാം. യാ ദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയതേ നമസ്തസ്യൈ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യമായ ദേവിയെ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സർവ്വതിനെയും നിലനിർത്തുന്ന ശക്തിയെയാണ് ചേതന എന്നും ചൈതന്യമെന്നും പറയുന്നത്. വസ്തുക്കളിൽ നിന്ന് ചൈതന്യം വേർപിരിയുമ്പോൾ വസ്തുത്വം നഷ്ടമായിത്തീരുന്നു. അപ്പോൾ സർവഭൂതങ്ങളായും ഭവിക്കുന്നത് ചൈതന്യമാണെന്ന് കാണാം. ആ ചൈതന്യമാണ് ദേവി. ഇനി നാമം 418 ജഡശക്തി. ഓം ജഡശക്തിയൈ നമഃ. ജഡ അധികം ശക്തി. പ്രപഞ്ച സൃഷ്ടിക്ക് ഉപയുക്തമാകത്തക്കവണ്ണം പരിണമിച്ച മായയാണ് ജഡശക്തി. ഇതിനെ അപരാപ്രകൃതി അഥവാ നികൃഷ്ടാപ്രകൃതി എന്നും പറയും. ജഡശക്തി എന്നാൽ ജഡങ്ങളുടെ ശക്തി, മായാപരിണാമം എന്നെല്ലാം അർത്ഥമുണ്ട്. ശക്തിരൂപേണ ജഡങ്ങളിൽ വർത്തിക്കുന്നവളെന്നും ഊർജശക്തി എന്നും നാമത്തിന് അർത്ഥമുണ്ട്. ജഗത് സൃഷ്ടിക്ക് ഉപയോഗമായ മായാപരിണാമ വിശേഷമാണ് ജഡശക്തി. ചിത്തൊഴികെ ബാക്കിയുള്ളതെല്ലാം ജഡമാണ്. പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ജഡശരീരത്തിൽ ചിത് ശക്തി ഉള്ളപ്പോൾ അത് സജീവമായി കാണപ്പെടുന്നു. ജഡത്തിന് ദേവി ശക്തി നൽകുന്നു. ഈ നാമം സൃഷ്ടിപരമായ ശക്തിയെ കുറിക്കുന്നു. ജഡശക്തിയെ അപരാപ്രകൃതി എന്നും മായയോട് ചേർന്ന് ചേതനാ വസ്തുക്കളായി ഉണ്ടാകുന്ന ജീവികളിലെ ജീവശക്തിയെ പരാപ്രകൃതി എന്നും പറയുന്നു. അപരാപ്രകൃതിയായ ജഡശക്തി 8 രൂപത്തിലാണ് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു. 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം 4-5 ശ്ലോകങ്ങൾ. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാഃ അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂത മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള 8 ഘടകങ്ങൾ അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ ജഡങ്ങൾ ചേർന്ന പ്രകൃതിയിൽ ശുദ്ധ ചൈതന്യം ആവേശിക്കുമ്പോഴാണ് സചേതനമായ ജീവൻ രൂപം കൊള്ളുന്നത്. ഇത് ബ്രഹ്മത്തിൻ്റെ അപരാപ്രകൃതിയാണ്. എന്നാൽ അപരാപ്രകൃതിയിൽ കുടികൊള്ളുന്ന ചൈതന്യവിശേഷമാണ് പരമാത്മാവിൻ്റെ പരാപ്രകൃതി അഥവാ ഉത്കൃഷ്ട പ്രകൃതി. ഇനി നാമം 419 ജഡാത്മിക. ഓം ജഡാത്മികായൈ നമഃ. ജഡ അധികം ആത്മിക. ജഡത്തിൻ്റെ സ്വരൂപം തന്നെയായവൾ. ജഡശക്തി രൂപിണിയായതിനാൽ ജഡാത്മിക എന്ന് നാമം. ഈ പ്രപഞ്ചം തന്നെ മായയിൽ നിന്ന് ഉണ്ടാകുന്നു. ആ മായ ദേവിയുടെ അപരാപ്രകൃതിയാണെന്ന് നാം മനസ്സിലാക്കി. അതായത് ജഡശക്തി. ആ മായയാണ് പ്രപഞ്ച വസ്തുക്കളെ ഈ രൂപഭാവങ്ങളിൽ കാണിക്കുന്നത്. നാമം 420 ഗായത്രി. ഓം ഗായത്ര്യൈ നമഃ. ഗായത്രി പ്രസിദ്ധമായ ഒരു വൈദിക മന്ത്രമാണ്. ഓം ഭൂർഭുവസ്വഃ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്.
ഇതാണ് ആ മന്ത്രം. ഈ ഗായത്രി മന്ത്രത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. സവിതാവായ സൂര്യനെ സ്തുതിക്കുന്ന ഈ മന്ത്രത്തിന് സാവിത്രി എന്നും സൂര്യഗായത്രി എന്നും പേരുണ്ട്. ഗായന്തം ത്രായതേ യസ്മാത് ഗായത്രി തേന കഥ്യതേ. ഗാനം ചെയ്യുന്നവരെ, അതായത് മന്ത്രം ഉരുവിടുന്നവരെ ലൗകിക ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നതിനാൽ ഗായത്രി എന്ന് പറയപ്പെടുന്നു. ലൗകിക ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നതിനാൽ ഗായത്രി എന്ന് പറയപ്പെടുന്നു. വേദമാതാവായ ഗായത്രി രൂപിണി, 24 അക്ഷരങ്ങളുള്ള ഗായത്രി ഛന്ദസ്സായവൾ, ബ്രഹ്മാവിൻ്റെ കനിഷ്ഠപത്നിയായ ഗായത്രി തന്നെ ആയവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം കാണുന്നു. ഗായത്രി ഛന്ദസാം അഹം എന്ന് ഭഗവത് വചനമുണ്ട് ഭഗവത്ഗീതയിൽ. അല്ലെങ്കിൽ ഗായത്രി എന്നു പേരായ ഗോപകന്യയുടെ സ്വരൂപത്തോടു കൂടിയവളെന്നും അർത്ഥം. ഇതിന് ആസ്പദമായി പത്മപുരാണത്തിൽ ഒരു കഥയുണ്ട്. പുഷ്കര ക്ഷേത്രത്തിൽ യാഗം ആരംഭിച്ച ബ്രഹ്മാവ് തൻ്റെ സഹധർമ്മിണി സ്ഥാനത്തേക്ക് സാവിത്രിയെ വിളിച്ചപ്പോൾ സാവിത്രി അതിന് ചെല്ലുവാൻ അമാന്തിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഗായത്രി എന്ന ഗോപകന്യകയെ വാങ്ങി അവളെ ഗാന്ധർവമായി വിവാഹം ചെയ്യുകയും അവളെ പത്നി സ്ഥാനത്തു വച്ച് യാഗം നിർവഹിക്കുകയും ചെയ്തു. ഈ ഗോപകന്യയെ മഹാവിഷ്ണുവാണ് ബ്രഹ്മാവിന് നൽകിയതെന്നും വിഷ്ണുവിൻ്റെ ഉപദേശത്താലാണ് ഗാന്ധർവ വിവാഹം ചെയ്തതെന്നും വ്യാഖ്യാനം കാണുന്നുണ്ട്. ഗോപർ എന്നാൽ വേദങ്ങളാണെന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 4 വേദങ്ങളും ഗായത്രിയിൽ നിന്നുണ്ടായതിനാൽ വേദമാതാവ് എന്ന് പ്രസിദ്ധയായി. വിശേഷാത് പുഷ്കരേ സ്നാത്വാ ജവേന്മാം വേദമാതരം അഷ്ടാക്ഷരാ സ്ഥിതാചാഹം ജഗദ്വ്യാപ്തം മയാത്വിദം എന്ന് പത്മപുരാണത്തിൽ ദേവി തന്നെ പറയുന്നുണ്ട്. ഗായത്രി മന്ത്രരൂപമായും ദേവീരൂപമായും സ്ഥിതി ചെയ്യുന്ന ലളിതാദേവിയാകയാൽ ഗായത്രി എന്ന നാമം. ഛന്ദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഗായത്രി. ഗായത്രി ഛന്ദസ്സായി നിലകൊള്ളുന്നവൾ എന്നും നാമത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 421 വ്യാഹൃതീഹി. ഓം വ്യാഹൃത്യൈ നമഃ. ഉച്ചാരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും മന്ത്രവിശേഷ രൂപ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം. ആ, ഉ, മ എന്ന അക്ഷരങ്ങളിൽ നിന്ന് ഫു, ഭുവ, സ്വ എന്നീ വ്യാഹൃതികൾ ഉണ്ടായി. ആ, ഉ, മ എന്നിവയെ പ്രകൃതികളെന്നും ഭുവ, ഭുവ, സ്വ എന്നിവയെ വികൃതികളെന്നും പറയും. പ്രകൃതികളുടെ വികാരങ്ങളാണ് വികൃതികൾ. വ്യാഹൃതിയുടെ വികൃതിയാണ് ഗായത്രി. ഗായത്രിയുടെ വികൃതികളാണ് വേദങ്ങൾ. വേദങ്ങളിൽ നിന്ന് പ്രജാപതി കറന്നെടുത്ത സത്താണ് ഭുവ, ഭൂർ, ഭുവ, സ്വഹ എന്നീ വ്യാഹൃതികൾ. വ്യാഹൃതി മന്ത്രവിശേഷങ്ങളുടെ പേരുമാണ്. ഭുർ, ഭുവ, സ്വഹ, മഹ, ജനഃ, തപഃ, സത്യം എന്നിവയാണ് 7 വ്യാഹൃതികൾ. ഭുർ, ഭുവ, സ്വഹ എന്നിവ മഹാവ്യാഹൃതികളാണ്. ഈ 7 വ്യാഹൃതികളെയും ബ്രഹ്മാവ് 7 ലോകങ്ങളാക്കി. ദേവി ഈ വ്യാഹൃതികളുടെ രൂപമെടുത്തു. വായുപുരാണമനുസരിച്ച് ദേവി ഉച്ചാരണത്തിൻ്റെ രൂപം ധരിച്ചു. മായാഭിവ്യാഹൃതം യസ്മാത് ത്വം ചൈവ സമുപസ്ഥിത തേന വ്യാഹൃതിരിത്യേവം നാമതേ സിദ്ധിമേഷ്യതി. എന്നിൽ നിന്ന് ഇത് നേരിട്ട് ആവിഷ്കൃതമാകുന്നത് നിങ്ങളിലൂടെയാണ്. അതിനാൽ നിങ്ങൾക്ക് വ്യാഹൃതി എന്ന നാമം ലഭിച്ചു എന്ന് ദേവി തന്നെ പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ആദ്യം ആ, ഉ, മ എന്നീ അക്ഷരങ്ങൾ ചേർന്ന ഓം എന്ന പ്രണവമന്ത്രവും അതിൽ നിന്ന് 3 വ്യാഹൃതികളും ഭുർ, ഭുവ, സ്വഹ അതിൽ നിന്ന് 3 പാദങ്ങളുള്ള ഗായത്രിയും
അതിൽ നിന്നും 3 വേദങ്ങൾ, ആദ്യത്തെ 3 വേദങ്ങളും ഉണ്ടായി. അതിനാൽ ആദ്യം പ്രണവം, പിന്നെ വ്യാഹൃതികൾ, പിന്നെ ഗായത്രി എന്ന മുറയിൽ ഗായത്രി ജപം ചെയ്യുന്നു. നാമം 422 സന്ധ്യ. ഓം സന്ധ്യായൈ നമഃ. സന്ധ്യാസമയത്തിൻ്റെ രൂപം ധരിച്ചവൾ. സമ്യക് ധ്യായന്ത്യസ്യാം എന്ന വിഗ്രഹം. സമ്യക് ധ്യായന്ത്യസ്യാം എന്നാണ് വിഗ്രഹം. പകലിനെയും രാത്രിയെയും ബന്ധിപ്പിക്കുന്ന സമയമാണ് സന്ധ്യ. ഒരു യുഗത്തിൻ്റെ അവസാനത്തിലും അടുത്ത യുഗത്തിൻ്റെ ആരംഭത്തിനും ഇടയ്ക്കുള്ള സമയവും സന്ധ്യയാണ്, യുഗസന്ധ്യ. പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും, അതായത് രാത്രിയും പകലും പിന്നെ പകലും രാത്രിയും കൂടിച്ചേരുന്ന സമയം സന്ധ്യാവന്ദനങ്ങൾ സ്വീകരിക്കുന്നത് സന്ധ്യാരൂപത്തിലുള്ള ദേവിയാണെന്ന് പറയപ്പെടുന്നു. ആദിത്യൻ്റെ അവിഛിന്നമായ ചൈതന്യത്തിനും ജീവാത്മാവിനും തമ്മിലുള്ള അഭേദഭാവനയാണ് സന്ധ്യ. അതായത് സന്ധ്യാവേളയിൽ ബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ സൂര്യനിൽ ഭാവന ചെയ്തുകൊണ്ട് വേണം ധ്യാനിക്കാൻ. സന്ധ്യേതി സൂര്യകം ബ്രഹ്മ സന്ധ്യാനാദ വിഭാഗത. സൂര്യകമായ ബ്രഹ്മം തന്നെയാണ് സന്ധ്യ. ബ്രഹ്മാദികളായ സകല ഭൂതങ്ങളുടെയും അംശമായ അതിനെ താൻ തന്നെയെന്ന് ഭാവന ചെയ്യുന്നതാണ് സന്ധ്യ. പ്രദോഷത്തിൻ്റെയും പ്രഭാതത്തിൻ്റെയും ദേവതയാണ് സന്ധ്യ. ധ്യാനനിഷ്ഠനായ ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ് സന്ധ്യ എന്ന് കാളികാപുരാണത്തിൽ പറയുന്നു. സൂര്യനിലുള്ള ചൈതന്യവും താനും ഒന്ന് എന്ന് ധ്യാനിക്കുന്നതാണ് സന്ധ്യ എന്ന കർമ്മം. യാതൊന്നിലാണോ യോഗികൾ പരമാത്മാവിനെ സമ്യക്കായി ധ്യാനിക്കുന്നത് അതാണ് സന്ധ്യ. ദിനരാത്രങ്ങളുടെ സന്ധിയിൽ ഉപാസ്യയായും ബ്രഹ്മാഭിന്നയായി സൂര്യമണ്ഡലത്തിൽ വർത്തിക്കുന്നവളുമായിരിക്കുന്ന ദേവതയാണ് സന്ധ്യ. കന്യാപ്രകരണത്തിൽ ഏകവർഷ ഭവേ സന്ധ്യ എന്ന് ധൗമ്യവചനമുണ്ട്. 1 വയസ്സു പ്രായമുള്ള കന്യക എന്നും ആ രൂപം ധരിച്ചവളെന്നും നാമത്തിന് അർത്ഥമാകുന്നു. ഇനി നാമം 423 ദ്വിജവൃന്ദ നിഷേവിത. ഓം ദ്വിജവൃന്ദ നിഷേവിതായൈ നമഃ. ദ്വിജ അധികം വൃന്ദ അധികം നിഷേവിത. ദ്വിജ എന്നാൽ 2 ജന്മമുള്ള എന്നും ബ്രാഹ്മണൻ എന്നും അർത്ഥമുണ്ട്. മാതാവിൽ നിന്നും ജനിക്കുമ്പോൾ ആദ്യ ജനനം, ബ്രഹ്മോപദേശം ലഭിക്കുന്നത് 2ാം ജന്മം. നിഷേവിത എന്നാൽ സേവിക്കപ്പെടുന്നവൾ എന്നർത്ഥം. സന്ധ്യാരൂപിണിയായ ദേവിയെ സർവദ്വിജന്മാരും ഉപാസിക്കുന്നതിനാൽ ഈ നാമം. ദ്വിജവൃന്ദമെന്നു പറഞ്ഞാൽ ബ്രാഹ്മണ സമൂഹം എന്ന് അർത്ഥമുണ്ട്. മുമ്പത്തെ നാമത്തിൽ പറഞ്ഞ സന്ധ്യയെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രാഹ്മണർ ഗായത്രി മന്ത്രം ജപിച്ച് സന്ധ്യാവന്ദനം ചെയ്യുന്നു. ദ്വിജവൃന്ദമെന്നു പറയുമ്പോൾ പക്ഷികളുടെ സമൂഹമെന്നും അർത്ഥമുണ്ട്. മുട്ടയായും, ആദ്യം മുട്ടയായും പിന്നീട് മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞു പക്ഷിയായും, സന്ധ്യാകാലത്ത് പറന്നു തളർന്ന പക്ഷികൾ ചിറകൊതുക്കി കൂടുകളിൽ അഭയം പ്രാപിക്കുന്നതുപോലെ എല്ലാ ജീവികളും ജീവിതാന്ത്യത്തിൽ ദേവിയിൽ ലയിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. 423 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്ന് പറഞ്ഞത്. ഇനി 424 മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച പറയുന്നതാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.